യും അമേരിക്കയുടെ കാര്യം പരിഗണിച്ച് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും വലിയ യുദ്ധത്തിന് അമേരിക്ക തയ്യാറായിരിക്കുന്നു എന്നാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത ജെറാൾഡ് എന്ന് പറയപ്പെടുന്ന ഏറ്റവും വലിയ കപ്പലിനെ ഇറാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 18ൻ്റെയും 24ൻ്റെയും ഇടയിലുള്ള വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 3 ദിവസത്തിനിടയിലോ ഇറാൻ്റെ തീരത്ത് അഥവാ പേർഷ്യൻ കടലിലേക്ക് ആ കപ്പൽ എത്തുമെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരാൾ പറയുന്ന അല്ലെങ്കിൽ മറ്റൊരു മീഡിയ പറയുന്ന രീതിക്ക് പറയുകയാണെങ്കിൽ ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ യുദ്ധത്തിലേക്ക് ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റ് നീങ്ങാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി മറ്റൊരു റിപ്പോർട്ടുള്ളത് ഇറാൻ ഒമാൻ കടലിടുക്ക് വരെയുള്ള അല്ലെങ്കിൽ ഉൾക്കടലിൽ വരെ ഒമാൻ ഉൾക്കടലിൽ വരെയുള്ള ഭാഗങ്ങളിൽ ഇന്നോ നാളെയോ ആയിട്ട് അടക്കുകയും അത് സംബന്ധമായിട്ടുള്ള ഒരു പ്രഖ്യാപനം വരികയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് ഈ കപ്പൽ ഭേദ മിസൈലുകളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇറാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന ഒരു നിരീക്ഷണം കൂടിയുണ്ട്. മൊത്തം ആ മേഖലകളിൽ വളരെയേറിയ ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ സൈനിക ബലത്തിലും കാര്യങ്ങളിലൊക്കെ നടക്കുന്ന പൊതുധാരണ അല്ലെങ്കിൽ പൊതു ചർച്ച ഒരുപക്ഷെ സാധാരണ ജനങ്ങളിലേക്ക് എത്തൂല. അഥവാ അലയൊലികളൊന്നും പെട്ടെന്ന് നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് അവിടെ തന്നെയായിട്ടുള്ള ഈ പ്രധാനപ്പെട്ട വാർത്താ ഏജൻസിയാണ് പുറത്തുവിടുന്നത്. അതുകൊണ്ട് ആ കപ്പൽ ചാലുകളെ വളരെ പ്രധാനപ്പെട്ട കപ്പൽ ചാലുകളെ ഇറാൻ അടക്കാൻ പോകുന്നു. ജെറാൾഡ് എന്ന് പറയുന്ന അത്യാധുനിക വലിയ വിമാനവാഹിനി കപ്പലുകൾ ഇറാൻ്റെ തീരത്തേക്ക് 1-2 ദിവസം കൊണ്ട് എത്തുന്നു. അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളിലും ആവശ്യമായ ആയുധങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയൊക്കെ വരുമ്പം നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അതുപോലെ തന്നെ പല മീഡിയകളും റിപ്പോർട്ട് ചെയ്യുന്നത് പെടുന്നതിന് ഒരു ആക്രമണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് വരെ കാണാത്ത, ആധുനിക ലോകം ഇന്ന് വരെ കാണാത്ത വിധത്തിലുള്ള വലിയ യുദ്ധമായിരിക്കുമെന്നും നിരീക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് വരുന്നത് ഈ ഇറാൻ എന്തെങ്കിലും ഒരു അപമര്യാദ കാണിച്ചാൽ പെടുന്നതിനെ ആക്രമിക്കാനുള്ള എല്ലാവിധ ഉത്തരവും ഡൊണാൾഡ് ട്രംപ് ഇതിനോടകം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുവരെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് അത്ര വലിയ അസ്വാരസ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ യുദ്ധം ഇങ്ങനെ തുടങ്ങാത്തതെന്നാണ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഇറാൻ തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്ന രീതിക്കാണ് ഒരു വിഭാഗം പറയുന്നത്. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങളൊരിക്കലും തുടങ്ങില്ല, പക്ഷേ തുടങ്ങിയാൽ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങളിട്ട് നിർത്തുകയില്ല എന്ന രീതിക്കാണ് ഇപ്പോൾ ഉള്ളത്. മൊത്തം ഈ ഒരു യുദ്ധ അപ്ഡേഷൻ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ കാര്യമായ ഒരു യുദ്ധ സാഹചര്യം അടുത്തുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആയുധങ്ങളൊക്കെ എത്തിക്കേണ്ടടുത്ത് വളരെ വ്യക്തമായി എത്തിച്ചു അവിടെ സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. കാര്യങ്ങൾ കൂടുതൽ സമയങ്ങൾ കഴിയുമ്പോൾ വ്യക്തതയോടുകൂടെ നമുക്ക് കാണാൻ പറ്റും. എന്താണെങ്കിലും ആ സാഹചര്യം വരുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇപ്പോൾ യുദ്ധം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പല ചാനലുകളും തമ്പനയിൽ കൊടുത്തത് യുദ്ധം തുടങ്ങി, കപ്പൽ ചാലുകളൊക്കെ അടച്ചു എന്നാണ്. പക്ഷേ യുദ്ധം ഇതുവരെ തുടങ്ങിയിട്ടില്ല. കപ്പൽ ചാലുകൾ അടക്കാനുള്ള തീരുമാനം, ഒമാൻ ഉൾക്കടൽ വരെയുള്ള ഭാഗങ്ങൾ കപ്പൽ ചാൽ അടക്കാൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രത്യേകമായി ഒരു റിപ്പോർട്ട് എന്തിനു വേണ്ടി അടക്കുന്നു എന്നതിന് പകരം നിരീക്ഷണം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് കപ്പൽ ആൻറ്റി ഷിപ്പ് മിസൈലിനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല എന്നുള്ള രീതിക്ക് തന്നെയാണ് രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു ബ്ലാസ്റ്റോ കാര്യങ്ങളോ നടന്നിട്ടില്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മറ്റ് ഏതെങ്കിലും ചാനലിൽ കണ്ടിട്ട് പേടിക്കേണ്ട യാതൊരുവിധ കാര്യവും ഇപ്പോൾ അവിടെ ഇല്ല എന്ന് വ്യക്തമായി പറയാൻ പറ്റുന്നത് ആ രാജ്യത്തു നിന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന വാർത്തയിൽ നിന്ന് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടാണ്. അപ്പോൾ പുതിയ വിശേഷമായി നമുക്ക് കാണാം. എല്ലാവർക്കും നല്ലതും സന്തോഷവും വരട്ടെ എന്ന് ആശംസിക്കുന്നു.